അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കാട്ടാനയെ ഉടൻ മയക്കുവെടി വെച്ച് ചികിത്സ നൽകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ നാളെയോ ആയിരിക്കും മയക്കുവെടി വയ്ക്കുക. അതിരപ്പള്ളിയിലെത്തിയ ഡോക്ടർ അരുൺ സഖറിയും സംഘവും ആനയെ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ്. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് മയക്കുവെടി വയ്ക്കാനുള്ള നീക്കം ഉണ്ടാകുമോ? ഓരോ ദിവസം കഴിയുന്തോറും ആനയുടെ മസ്തകത്തിലെ മുറിവ് വലുതായി വരുന്നു, അതിൽ ചെളി അടിക്കുന്നു, അതിൽ പുഴുവരിക്കുന്ന അവസ്ഥയുണ്ട്, ആനയുടെ നില മോശമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിലൊരു മയക്കുവെടിക്കുള്ള ശേഷിയുണ്ടോ ഈ ആനയ്ക്ക്? ജെയ്സൺ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് 2-3 ആനകളെ, കാട്ടാനകളെ കാണിച്ചു കൊടുത്ത് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയിട്ട് വാർത്തയിലേക്ക് വന്നാൽ മതിയല്ലോ അല്ലേ? തീർച്ചയായിട്ടും ജെയ്സൺ, കാണിച്ചു കൊടുക്കാം. ആനയെ കണ്ട് തുടങ്ങുന്നത് ഒരു ഐശ്വര്യമാണ്, പ്രത്യേകിച്ച് കാട്ടാനെ. ഇത്തിരി അകലത്തിൽ നിന്ന് വേണമെന്ന് മാത്രം. അതെ, ആന ഒരു ഐശ്വര്യത്തിന്റെ ലക്ഷണമായതുകൊണ്ട് തന്നെ ഇപ്പോൾ 3 കാട്ടാനകൾ നമുക്ക് തൊട്ട് ഏകദേശം ഒരു 500 അര അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒരെണ്ണം കറക്റ്റായിട്ട് ദൃശ്യങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് 2 ആനകൾ കൂടി നിൽക്കുന്നുണ്ട്. അവർ കൊമ്പ് കുറക്കുകയായിരുന്നു. രാവിലെ തന്നെ ഒരു ഗുസ്തി മത്സരത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും എവിടെ നോക്കിയാലും ആനയാണ് എന്നുള്ളത് കൊണ്ട് ആ ആന നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ അരുൺ സഖറിയ ഇന്നലെ പാതിരാത്രിയോടുകൂടി തന്നെ അതിരപ്പള്ളിയിൽ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. തൻ്റെ രണ്ടാമത്തെ ഒരു ദൗത്യം. ആദ്യം മയക്കുവെടി വെച്ച് ജനുവരി 24-ാം തീയതിയാണ് മയക്കുവെടി വെച്ച ശേഷം ചികിത്സ നൽകി കാട്ടാനയെ വിട്ടയച്ചത്. പക്ഷേ ആ കാട്ടാന വീണ്ടും ഇവിടേക്ക് ഇറങ്ങി വന്നു. ആ പരിക്ക് ഗുരുതരമായി തുടരുന്നു എന്ന സ്ഥിതി വന്നപ്പോഴാണ് വനംവകുപ്പ് പെട്ടെന്ന് തന്നെ അടുത്ത നടപടിയിലേക്ക് കടന്നത്. അത്തരത്തിൽ മയക്കുവെടി വയ്ക്കുന്ന സ്ഥിതി ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ പരിക്കേറ്റ ആനയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അത്രയും ആരോഗ്യം മോശമായിട്ടുണ്ട്. എങ്കിൽ പോലും മയക്കുവെടി വെച്ച് ചികിത്സയ്ക്ക് കോടനാട്ടേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുക തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കോടനാട് ഇപ്പോൾ കൂടിൻ്റെ പണി ഏകദേശം പകുതി കഴിഞ്ഞ് ഉച്ചയോടുകൂടി കൂടിൻ്റെ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടനെ തന്നെ മയക്കുവെടി വെക്കുന്ന നടപടിയിൽ കിടക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ജനുവരി 24 ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആനയെ ട്രേസ് ചെയ്യുക എന്നുള്ള വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ആന ആരോഗ്യവാനായിരുന്നു. ആ സമയത്ത് കാട്ടിലേക്ക് കയറി പോകുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോൾ അത്രയൊന്നും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ല. എളുപ്പത്തിൽ തന്നെ ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ തന്നെ അതിരപ്പള്ളിയുടെ റോഡിനോട് ചേർന്നിട്ടുള്ള എണ്ണപ്പനത്തോട്ടത്തിൽ ആനയുണ്ട്. അധികം ദൂരമൊന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. മാത്രവുമല്ല, വലിയ മറ്റ് ആരോഗ്യ ദൃഢഗാത്രരായ ആനകളുടെ ഇടയിലേക്ക് ഈ ആന ചെന്നാൽ അവർ അതിനെ ഓടിപ്പിക്കും. കാരണം ആരോഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ. അത്തരമൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ആന ഒറ്റയ്ക്ക് ഈ സമീപ പ്രദേശങ്ങളിലെ ചെറിയ തീറ്റയൊക്കെ എടുത്ത് പട്ടയൊക്കെ തിന്ന് നടക്കുകയാണ്. അപ്പോൾ അരുൺ സഖറിക്ക് ആ ട്രേസ് ചെയ്യാനുള്ള പ്രശ്നമില്ല, മയക്കുവെടി വയ്ക്കാനുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അതേസമയം ആരോഗ്യം ഒരു പ്രധാന പ്രശ്നമായി തുടരുന്നു. അതോടൊപ്പം തന്നെ കോടനാട്ടെ കൂടിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് രണ്ടും ഏതാണ്ട് അനുകൂലമായി വന്നാൽ അപ്പോൾ തന്നെ മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത്തരമൊരു നടപടിയിലേക്ക് കടക്കും. ആദ്യം തന്നെ നിരീക്ഷിക്കും. അതിനുള്ള ഒരു കംഫർട്ടായ ഒരു അന്തരീക്ഷം വന്നാൽ അപ്പോൾ തന്നെ മയക്കുവെടി വെച്ച് അപ്പോൾ തന്നെ കോടനാട്ടെ കൊണ്ടുപോകാനാണ് തീരുമാനം. എല്ലാം ഒരു സജ്ജമാണ്. നല്ല ദൃശ്യങ്ങൾ ആരോഗ്യസ്ഥിതിയിൽ നേരിയ ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ DFOയും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ അധികൃതരൊക്കെ പറയുന്നത്. മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുക, അതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന്, അത് ശരീരത്തിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത്രയേറെ വീക്കായിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സംവിധാനങ്ങൾ ഇനി മയക്കുവെടി വെക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയും കൊണ്ട് ഈ ചെകുത്താനും കടലും നടുക്ക് എന്ന സ്ഥിതിയിലാണ് സത്യത്തിൽ വനംവകുപ്പ് ഉള്ളത്. ാനെ മയക്കുവെടി വെച്ചാൽ ചരിയുമെന്ന ആശങ്കയുണ്ട്. മയക്കുവെടി വെച്ചില്ലെങ്കിൽ ചികിത്സ നൽകിയില്ല എന്നുള്ള പരാതിയുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു വലിയ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് വനംവകുപ്പുള്ളത്. എങ്കിൽ പോലും ചികിത്സ നൽകാൻ തീരുമാനിക്കുന്നു. അതിന് വേണ്ടത് കാണിക്കുന്നത്. അതായത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല, അത്ര വലിയ മുറിവായിട്ടത് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പൊത്തുപോലെ അല്ലേ ജെയ്സൺ? വളരെ ദയനീയമാണ്. ആനയെ കാണുമ്പോൾ തന്നെ നമുക്ക് ദയനീയ അവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ പൊത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കാനേ പറ്റുന്നില്ല. അത്ര വലിയൊരു ഹോളായിരിക്കുന്നു. ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ വലിയ ഹോള് രൂപപ്പെടുക മാത്രം
പിന്നെ വേദന നിറഞ്ഞതായിരിക്കും. അത്രയും കാഴ്ച അത്രമാത്രം അരോചകമാണ് എന്നതാണ് പ്രധാന പ്രശ്നം. അത് നമ്മളത് മാസ്ക് ചെയ്ത് മാത്രമേ നമുക്ക് അതീവ കൊടുക്കാൻ പറ്റൂ. പ്രയാസം എന്തായാലും നിറഞ്ഞൊരു ജെയ്സൺ അവിടെ കാഴ്ചയാണ് തുടരുക. ആ കാഴ്ച. മയക്കുവെടി വെക്കുന്ന എന്ന് തീരുമാനമായാൽ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകാം. കുങ്കിയാനകൾ 3 പേരും തയ്യാറാണ്. കുഞ്ചുവും വിക്രവും സുരേന്ദ്രനും തയ്യാറായി തന്നെ നിൽക്കുന്നു. ഏത് സമയത്തും മയക്കുവെടി വെക്കാൻ സജ്ജമായാൽ കുങ്കിയാനകളും സജ്ജമാണ്. കൂട്ടിലേക്ക് ആനയെ കയറ്റും. ദുർബലനാണ്, അതുകൊണ്ട് തന്നെ വളരെ ക്ഷീണിതാവസ്ഥയിൽ തന്നെയാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആന ഇപ്പോൾ തുടരുന്നത്.